SDP-യുടെ പിന്തുണ വേണ്ട എന്ന് UDF നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചതാണ്. പിന്തുണയ്ക്കുന്നുവെങ്കിൽ കോട്ടാങ്ങലിൽ UDF-നെ മാത്രമേ പിന്തുണയ്ക്കുകയുള്ളൂ എന്ന് SDP വ്യക്തമാക്കിയിരുന്നതാണ്. ചുരുക്കത്തിൽ പ്രതീക്ഷിച്ചതാണ് സംഭവിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ടു, മിനിറ്റുകൾക്കുള്ളിൽ രാജിവെച്ചു. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വന്നാലും ആരുടെയും പിന്തുണ ഞങ്ങൾ സ്വീകരിക്കത്തില്ല. ഞങ്ങളുടെ ഈ നിലപാട് പൊതുസമൂഹം അംഗീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കോൺഗ്രസ് പാർട്ടിക്കോ UDF-നോ നിലപാടിൽ മാറ്റം ഉണ്ടാകില്ല. ഗ്രാമപഞ്ചായത്തിൽ 5 പ്രതിനിധികളാണ് UDF-ന് ഉള്ളത്. അതേപോലെ തന്നെ BJP-ക്കുമുണ്ട് 5 പ്രതിനിധികൾ. ഈ രാഷ്ട്രീയ നീക്കത്തെ എങ്ങനെ BJP വിലയിരുത്തുന്നു? അത് UDF-ഉം SDP-യും തമ്മിലുള്ള ഒരു നാടകമാണിത്. ഇത് മുൻപ് LDF ചെയ്തു തന്നെ അവർ നിയമസഭാ ഇലക്ഷന് ശേഷം ഒന്നാവുകയും KPCC തലത്തിൽ അവർ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണിത്. ഈ ജനങ്ങളെ വഞ്ചിക്കുകയാണ് കോൺഗ്രസും SDP-യും കൂടി ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ഈ ഭരണശിലാ കേന്ദ്രം അനിശ്ചിതത്തിലേക്ക് പോകുന്നു. ഇനി 1 മാസം കഴിഞ്ഞാലേ അടുത്ത പ്രസിഡന്റ് ആവത്തുള്ളൂ. അപ്പോൾ തന്നെ ആലോചിക്കുക എന്തായിത്തീരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 സമാനമായ രീതിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 തെരഞ്ഞെടുപ്പ് നടന്നു. SDP-യുടെ പ്രതിനിധി ഇടതുപക്ഷത്തിന് അനുകൂലമായി ആദ്യം ചെയ്ത 2 വോട്ടുകൾ അത് വിജയിച്ചു വന്ന ആൾ വൈകാതെ തന്നെ രാജിവെച്ചു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം SDP-യുടെ പിന്തുണയോടുകൂടി ഇടതുമുന്നണി ഭരിച്ചു വരികയാണ് ഉണ്ടായത്. നമ്മളിനി നിരുപാധികമായിട്ടൊരു UDF-നൊരു പിന്തുണ നമ്മൾ നൽകാൻ തീരുമാനിച്ചിട്ടില്ല. കൃത്യമായ പാർട്ടി ചർച്ച ചെയ്യും. അതിനോടനുബന്ധിച്ചുള്ള ചർച്ചയിൽ വരുന്ന തീരുമാനമായിരിക്കും എടുക്കുന്നത്. SDP വർഗീയ കക്ഷിയാണെന്ന് ഇപ്പോൾ ആരോപിക്കുന്ന UDF നേതൃത്വങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വന്നിരുന്ന ജില്ലാ പഞ്ചായത്തോടും ബ്ലോക്കിലോട്ടും വോട്ട് ചോദിക്കുമ്പോൾ SDP വർഗീയ കക്ഷി അല്ലായിരുന്നു എന്നൊരു ചോദ്യം ഞങ്ങൾക്ക് തിരിച്ചിപ്പോൾ ചോദിക്കാറുണ്ട്. അത് ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേണുകൾ നോക്കി ആ വോട്ടിംഗ് നൽകിയതിനു ശേഷമാണ് ഇവിടെ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്കിലടക്കം UDF വിജയിച്ചിട്ടുള്ളത്. ലോക്സഭയിലടക്കം വിജയിച്ചിട്ടുള്ളത്. ആന്റോ ആനിക്കടക്കം SDP പിന്തുണ കൊടുത്തിട്ടുണ്ട്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.